ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ യൂണിറ്റിലെ ഡ്രീംസ് റിയലൈസ്ഡ് എന്ന പാഠത്തിൽ വരുന്ന പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിലേക്ക് പോകാം. ഇമാജിൻ ദാറ്റ് ഗാന്ധിജി ഈസ് ഇൻ്റർവ്യൂഡ് ബൈ സം ഓഫ് ദ ഫ്രഞ്ച് സ്റ്റുഡൻസ് ഹു ഓർഗനൈസ്ഡ് എ റിസപ്ഷൻ. അപ്പോൾ ഗാന്ധിജിയെ സ്വീകരിക്കാൻ വേണ്ടി വന്ന ഫ്രഞ്ച് സ്റ്റുഡൻസ് അവർ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ വെച്ച് ഒരു ഇൻ്റർവ്യൂവർ ഗാന്ധിജിയെ ഇൻ്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് ചോദിക്കാൻ സാധിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാനുള്ള ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഫോർ ഗാന്ധിജി ബൈ ഫ്രഞ്ച് സ്റ്റുഡൻസ്. അപ്പോൾ അവർ ചോദിച്ച ചോദ്യങ്ങൾ, ഒരു 10 ചോദ്യങ്ങൾ നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓരോന്നും നമുക്ക് നോക്കാം. ഗാന്ധിജി, വാട്ട് ഇൻസ്പയർഡ് യു to adopt the philosophy of non-violence in your struggle for freedom? അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഈ ഒരു അഹിംസ എന്ന് പറയുന്ന ഫിലോസഫി താങ്കൾ തിരഞ്ഞെടുക്കാനുള്ള പ്രചോദനം എന്താണ്? അപ്പോൾ ഗാന്ധിജി എപ്പോഴും പറയാറുള്ളത് നോൺ വയലൻസ് ആണ്, അഹിംസയാണ്. അത്തരത്തിലുള്ള ഒരു ഫിലോസഫി തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? രണ്ടാമത്തെ ചോദ്യം, can you explain how non-violence can be more powerful than physical force? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത് സാധാരണ നമ്മൾ ഇത്തരത്തിലുള്ള ഫൈറ്റൊക്കെ ചെയ്യുമ്പോൾ ഫിസിക്കലായിട്ടുള്ള ഫൈറ്റാണ് എല്ലാവരും ചെയ്യാറ്. അതായത് ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ തിരിച്ച് അങ്ങോട്ടേക്ക് അതേ രീതിയിൽ ആക്രമിക്കുക, ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുക, തോക്കും ബോംബൊക്കെ ഉപയോഗിച്ച് ആക്രമിക്കുക എന്നുള്ള രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഗാന്ധിജി ഇവിടെ എടുത്തിരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് അഹിംസയാണ്. അതായത് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ചെയ്യുന്ന സമര രീതിയാണ്. അപ്പോൾ അത് ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ഇത്തരത്തിൽ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഫൈറ്റിനെക്കാളും പവർഫുൾ ആണെന്ന് പറയുന്നുണ്ട് ഗാന്ധിജി. അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? Can you explain how non-violence can be more powerful than physical force? മൂന്നാമത്തെ ചോദ്യം, how do you motivate people to follow non-violence, especially when they face severe oppressions? അപ്പോൾ ഇങ്ങനെ വലിയ ഫൈറ്റ് നടക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് കുറേ പരിക്കുകളൊക്കെ പറ്റുന്ന സമയത്തും എങ്ങനെയാണ് ആളുകളെ ഇത്തരത്തിലുള്ള അഹിംസ എന്ന് പറയുന്ന, അപ്പോൾ ആളുകൾ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ള അറ്റാക്ക് വരുമ്പോൾ അതിനെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് ആളുകളിൽ ഉണ്ടാവുക. പക്ഷെ എങ്ങനെയാണ് ആളുകളെ ഈ അഹിംസാ മാർഗത്തിൽ അതിനോട് പ്രതികരിക്കാൻ അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്? ഹൗ ഡു യു മോട്ടിവേറ്റ്, അവരെ എങ്ങനെയാണ് പ്രചോദിപ്പിക്കുന്നത്? ഈ അഹിംസാ മാർഗം സ്വീകരിക്കാൻ ജനങ്ങളെ എങ്ങനെയാണ് പ്രചോദിപ്പിക്കുന്നത്? ഹൗ ഡു യു മോട്ടിവേറ്റ് പീപ്പിൾ ടു ഫോളോ നോൺ വയലൻസ് എസ്പെഷ്യലി വെൻ ദേ ഫേസ് സിവിയർ ഒപ്രഷൻ? നാലാമത്തെ ചോദ്യം, വാട്ട് റോൾ ഡു യു ബിലീവ് എഡ്യൂക്കേഷൻ പ്ലേസ് ഇൻ ദ ഫൈറ്റ് ഫോർ ഇൻഡിപെൻഡൻസ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്? എന്താണ് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം? വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ കൺസെപ്റ്റ് നമ്മൾ കണ്ടതാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്തെങ്കിലും കാണാതെ പഠിക്കുകയോ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിക്കുകയോ അല്ല, ഒരു വ്യക്തിത്വ വികാസം. അതാണ് വിദ്യാഭ്യാസത്തിലൂടെ ഗാന്ധിജി മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഈ വിദ്യാഭ്യാസം ഈ സ്വാതന്ത്ര്യ സമരത്തിൽ അതിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ് നാലാമത്തെ ചോദ്യം. അഞ്ചാമത്തെ ചോദ്യം, ഹൗ ഡിഡ് യുവർ ടൈം ഇൻ സൗത്ത് ആഫ്രിക്ക ഇൻഫ്ലുവൻസ് യുവർ അപ്രോച്ച് ടു ദി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ്? അതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ഗാന്ധിജി സ്വീകരിച്ചിട്ടുള്ള അഹിംസ, അക്രമരാഹിത്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗാന്ധിജിക്ക് കിട്ടിയത് ഗാന്ധിജിയുടെ സൗത്ത് ആഫ്രിക്കയിലുള്ള ആ ഒരു താമസം, അവിടെയുള്ള ചില അനുഭവങ്ങൾ, അതുപോലെ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടായ
ചില അനുഭവങ്ങളോ അദ്ദേഹത്തിന് കിട്ടിയ ചില ഐഡിയാസൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റിൽ ഈ അഹിംസാ മാർഗം സ്വീകരിച്ചത്. അപ്പോൾ അത് സൗത്ത് ആഫ്രിക്കയിലെ ഈ ഒരു പരിചയം എങ്ങനെയാണ് അദ്ദേഹത്തെ സ്വാധീനിച്ചതെന്നാണ് 5ാമത്തെ ചോദ്യം. 6ാമത്തെ ചോദ്യം, ക്യാൻ യു ഷെയർ യുവർ തോട്ട്സ് ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് റിലയൻസ് ഫോർ എ നേഷൻ? അപ്പോൾ സ്വയം പര്യാപ്തത ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വയം പര്യാപ്തത നേടേണ്ടതുണ്ട് ചില കാര്യങ്ങളിൽ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ ചിന്തകൾ എന്തൊക്കെയാണ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഹൗ ഡു യു വ്യൂ ദ കോൺട്രിബ്യൂഷൻ ഓഫ് വിമൻ ഇൻ ദ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ? എന്താണ് സ്ത്രീകൾ ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്ത്രീകളുടെ സംഭാവന, അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നാണ് 7ാമത്തെ ചോദ്യം. 8ാമത്തെ ചോദ്യം, വാട്ട് മെസ്സേജ് വുഡ് യു ലൈക്ക് ടു ഗിവ് ടു ദ യൂത്ത് ഹു വിഷ് ടു ബ്രിങ് അബൌട്ട് സോഷ്യൽ ചേഞ്ച്? ഈ ചെറുപ്പക്കാരായ ആളുകളോട് ഗാന്ധിജിക്ക് എന്താണ് പറയാനുള്ളത്? ഈ വലിയൊരു സാമൂഹിക മാറ്റം സംഭവിക്കാൻ പോകുന്ന വലിയ സാമൂഹിക മാറ്റത്തിൽ അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരായ ആളുകളോട് ഗാന്ധിജിക്ക് എന്താണ് പറയാനുള്ളത്? ഹൗ ഡു യു ഹാൻഡിൽ ക്രിറ്റിസിസം ആൻഡ് ഒപ്പോസിഷൻ ടു യുവർ മെത്തേഡ്സ് ഓഫ് നോൺ വയലൻറ്റ് റെസിസ്റ്റൻസ്? അപ്പം ഗാന്ധിജിയുടെ ഈ അഹിംസാ മാർഗത്തിന് അതിനെതിരെ വരുന്ന ക്രിറ്റിസിസം, കുറ്റപ്പെടുത്തലുകൾ, അല്ലെ അതിനെതിരെയുള്ള അഭിപ്രായങ്ങൾ, ഇതിനെയൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഹൗ ഡു യു ഹാൻഡിൽ ക്രിറ്റിസിസം ആൻഡ് ഒപ്പോസിഷൻ ടു യുവർ മെത്തേഡ്സ് ഓഫ് നോൺ വയലൻറ്റ് റെസിസ്റ്റൻസ്? ഇനി 10ാമത്തെ ചോദ്യം, ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ എന്ന് പറയും, വാട്ട് ഡു യു സീ ആസ് ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ വൺസ് ഇറ്റ് ഗെയിൻസ് ഇൻഡിപെൻഡൻസ്? അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം എന്തായിരിക്കും ഇന്ത്യയുടെ ഭാവി? അതിനെക്കുറിച്ച് എന്താണ് ഗാന്ധിജിയുടെ കാഴ്ചപ്പാട് എന്നാണ് 10ാമത്തെ ചോദ്യം. അപ്പോൾ ഈ 10 ചോദ്യങ്ങളും നമ്മൾ പഠിക്കുക. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതാണ്. കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് കൂടുതൽ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.